കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? മഴയൊക്കെ പോയല്ലേ? ഇപ്പോൾ വീണ്ടും ചൂടായി. ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്താണ്? കഥ നിങ്ങൾ കാത്തിരിക്കുകയാണോ? നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കിതൊക്കെ കേൾക്കാൻ വലിയ സന്തോഷമാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യങ്ങൾക്കെങ്കിലും നിങ്ങൾ മറുപടി പറയുമ്പോൾ എനിക്ക് അത്രയും വായിക്കാനുണ്ടാവുമല്ലോ. എനിക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ വായിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇനിയിപ്പോൾ അത് വിമർശനങ്ങളായാൽ പോലും നിങ്ങളത് ധൈര്യമായി എഴുതി വിട്ടോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല, ഞാൻ രണ്ടും കൈ നീട്ടി സ്വീകരിക്കും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതും നിങ്ങൾക്കൊക്കെ വേണ്ടി കഥ വായിക്കാൻ പറ്റിയതൊക്കെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. പെട്ടെന്നുണ്ടായ തീരുമാനവും പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ടുള്ള ഒരുപാട് പാകപ്പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ദിവസം തോറും ഞാനിങ്ങനെ എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാവും അല്ലേ? പക്ഷേ ഞാൻ വായിക്കുന്ന കഥ ഒരുപാട് എന്താ പറയുക, പ്രശ്നങ്ങളോട് പ്രശ്നമാണല്ലേ. ഞാൻ തീർക്കാൻ നോക്കുന്നുണ്ട്. എല്ലാ ഊരാകുടുക്കുകളും നമ്മൾ അയക്കും, ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കഥ വായിക്കണം, കഥ കേൾക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. എങ്ങനെയായാലും നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ വായിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടല്ലോ. ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആവുമായിരുന്നല്ലോ. പ്ലീസ് ജസ്റ്റ് അതൊന്ന് ഞെക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിച്ച് തരണം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. മാലയോഗം 30ാമത്തെ ഭാഗമായിരിക്കുന്നു. കുളത്തിൽ പോയൊന്ന് മുങ്ങിക്കുളിച്ചു ഈറനോടെ അവൾ വീട്ടിലേക്ക് നടന്നു എന്നല്ല, ഓടി. ദേഹത്തിനേക്കാൾ കുളിർ മനസ്സിനുണ്ട്. മിഴികളിൽ മുമ്പില്ലാത്ത അത്രയും തിളക്കം, ചൊടികളിൽ വശ്യത. മുറിയിൽ കയറി പട്ടുപാവാടയും ജാക്കറ്റും മാറിയെടുത്തു. മെറൂൺ കരയുള്ള പച്ച ബ്ലൗസും അതേ നിറത്തിലുള്ള പാവാടയുമായിരുന്നു അവളുടെ വേഷം. നോക്കുമ്പോൾ ഒരു പൗഡറോ കൺമഷിയോ അലമാരയിൽ ഇരിപ്പില്ല. വീട്ടിൽ അണിഞ്ഞൊരുങ്ങേണ്ടവൾക്ക് അതിൻ്റെയൊന്നും ആവശ്യം ഇതുവരെ വന്നിട്ടില്ലാതാനും. മുടി ചീകി റബ്ബറിട്ട് ഒതുക്കി കെട്ടി. മുഖത്തോ കണ്ണിലോ വല്ലതുമിട്ട് സുന്ദരിയാകാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് പച്ചവെള്ളത്തിൽ മുഖം നന്നായി കഴുകി തുണി കൊണ്ടൊപ്പി. കണ്ണാടിയിൽ ഒന്നുകൂടെ വന്നു നോക്കുമ്പോഴും അവളുടെ കവിളിണകളിൽ നാണം തുടുത്തിരുന്നു. അല്ല, ഇതിപ്പോൾ എന്തിനാ ഇത്രയും ഒരുങ്ങിക്കെട്ടുന്നേ? ചെറിയമ്പ്യാരെ അപ്രതീക്ഷിതമായി എത്ര തവണ കണ്ടിരിക്കുന്നു, അതും മുഷിഞ്ഞ വേഷത്തിൽ. പോകുന്ന വഴിയിൽ അവളുടെ കാതോരം ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും ഇന്ന് അങ്ങനെയല്ലല്ലോ, കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരിക്കുകയല്ലേ. അവളുടെ മനസ്സിനുള്ളിൽ നിറയെ വാഗ്വാദങ്ങളാണ്. അതിനിടയിൽ മുഖത്ത് ചിരി വരുന്നുണ്ടോ, ദുഃഖം നിഴലിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിക്കണ്ട് പരിചയക്കാർ വല്ലവരും മുൻപിലൂടെ പോകുന്നുണ്ടോ, ഒന്നും അറിയുന്നില്ല. അമ്പലത്തിൻ്റെ പിറകിലെ വലിയ മതിലിനരികിൽ എത്തിയപ്പോഴേക്കും അവൾ കിതച്ചിരുന്നു. ചുറ്റും നോക്കി. അവിടെ പ്രതീക്ഷിച്ച ചെറിയമ്പ്യാർ പോയിട്ടൊരു പക്ഷിക്കുഞ്ഞു പോലുമില്ല. പറ്റിച്ചതാകുമോ? ഏയ്, അങ്ങനെ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവനല്ല. കാതോരം വീണ്ടും വാഗ്വാദങ്ങൾ ആരംഭിച്ചു. വിരലുകൾ ഞൊട്ടയിട്ട് ചമ്മലോടെ ചുറ്റുമൊന്ന് വീക്ഷിച്ചതും കണ്ടു ദൂരെ നിന്നും കസവ് നിറമുള്ള ജുബയും മുണ്ടും ധരിച്ചൊരുവൻ വരുന്നത്. കവിതയെ കണ്ണിൽപ്പെട്ടതും കയ്യിൽ പിടിച്ചിരുന്ന മുണ്ടിൻ്റെ കരാവൻ താഴേക്കിട്ടു. ആളെ കിട്ടിയോ? ഗൗരവം നിറച്ചവൻ ആരാഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം മങ്ങി. കേട്ടപാടെ ഓടിയെത്തിയത് ഇങ്ങനെ കളിയാക്കലുകൾക്ക് ഇരയാവാനാണോ ഈശ്വര, അവൾ സ്വയം ശപിച്ചു. എന്താ കവിതയെ, ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കുറച്ച് ഉത്തരവാദിത്വത്തോടെ ചെയ്തൂടെ? ഈ നാട്ടിൽ ഭരതനെ മനസ്സിൽ കൊണ്ടു നടന്ന് പ്രേമിക്കുന്നവൾ ആരാണെന്ന് കണ്ടെത്തിയേ മതിയാകൂ. ഇഷ്ടമുണ്ടെങ്കിലേ മുമ്പിൽ നിന്ന് ഈ മിഴികൾ നോക്കി പറയാനുള്ള ആർജവം ഉണ്ടാകണം. ആ ധൈര്യം പോലും ഇല്ലാത്തവളെ എങ്ങനെ ഇലഞ്ഞിത്തറയിലെ ഭരതൻ നമ്പ്യാരുടെ ഭാര്യയാക്കും? മിഴികൾ കൂർപ്പിച്ചു നിൽക്കുന്നവളുടെ നേർക്ക് തിരിഞ്ഞവൻ. ഉവ്, ഉണ്ണിമായയോടുണ്ടായിരുന്ന ഇഷ്ടം അവളോട് നേരിട്ട് തുറന്നു പറയാത്ത ആളാ ഈ ധൈര്യത്തിൻ്റെ വാചകവും പറഞ്ഞു വരുന്നത്. അവൾ പതിഞ്ഞ സ്വരത്തിൽ പെറുപെറുത്തു. എനിക്ക് പിടിപ്പത് പണിയുണ്ട്. ചെറിയമ്പ്യാരെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ പൂമ്പാറ്റയും പഴുതാരയും തപ്പലല്ല എൻ്റെ ജോലി. അവൾ അധരങ്ങൾ ഒരു ഭാഗത്തേക്ക് കോടി പിടിച്ച് കുശുമ്പോടെ പുറന്നെറിഞ്ഞ് നടക്കാൻ തുനിഞ്ഞതും അവൻ്റെ കൈകൾ അവളുടെ കൈമുട്ടിൽ പിടുത്തമിട്ടിരുന്നു.
ഞെട്ടിത്തിരിഞ്ഞവൾ അവൻ്റെ നിർമ്മലമായ മിഴികളിലേക്ക് നോക്കി. അവനും അവളുടെ മിഴിക്കുള്ളിൽ തന്നെയാണ്. ആ നോട്ടം പിൻവലിക്കാതെ തന്നെ കവിതയെ ഇരുചുമലിലും പതിയെ അമർത്തി അവന് മുഖാമുഖമായി നിർത്തി. കവിത അവളുടെ തോളിലിരിക്കുന്ന അവൻ്റെ ദൃഢകരങ്ങളിലേക്ക് തലചെരിച്ചു നോക്കി. പിന്നെ അവനെയും. അവളുടെ തൊണ്ട വറ്റി വരണ്ടിരുന്നു. ഭരതൻ നമ്പ്യാരാണ് തന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഞാനാണ് അവളെന്ന് കവിത പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പെൺപുല്ലിയല്ലായിരുന്നോ നീ? അവൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തളർന്നു വീഴുമെന്ന് ഒരു നിമിഷം തോന്നി അവൾക്ക്. ഇരുചുമലിലും ആ കൈത്താങ്ങുള്ളോണ്ട് താഴേക്ക് വീണില്ല. അവളുടെ ഹൃദയം ക്രമാതീതമായി വർദ്ധിച്ചു. മാറിടങ്ങൾ അതിവേഗത്തിൽ ഉയർന്നു പൊങ്ങി. ഇനിയും ആ നിൽപ്പ് നിന്നാൽ ഹൃദയാഘാതം വന്ന് മരിക്കുമെന്ന് ഉറപ്പായി. ഈ കുന്നിമണി ഗ്രാമത്തിൽ കവിതയ്ക്കൊരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ഉണ്ടെങ്കിൽ അത് ഉണ്ണിമായയാണ്. അതുകൊണ്ട് കക്ഷി താനാണെന്ന് ഉറപ്പിക്കാൻ എനിക്കധികം ചിന്തിക്കേണ്ടിയൊന്നും വന്നില്ല. പിടിക്കപ്പെട്ട കുറിഞ്ഞിപ്പൂച്ചയെ പോലെ അവളൊന്ന് പതുങ്ങി നിന്ന് പിന്നെ ഒറ്റ ഓട്ടമായിരുന്നു. എടോ നിൽക്കടോ, ഞാനൊന്ന് പറയട്ടെ. ഓടിപ്പോകുന്നവളെ നോക്കി ഭരതൻ കൈ നീട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു. തിരിഞ്ഞു നോക്കാതെ പാടവരമ്പിലൂടെ ഓടുന്ന പച്ചപ്പട്ടു പാവടക്കാരിയെ നോക്കി അവൻ്റെ അതരങ്ങളിൽ മന്ദസ്മിതമൂറി. തട്ടിത്തടഞ്ഞു വീഴാതിരിക്കാൻ അവൾ പാവാടയിൽ ഇരുകരങ്ങൾ കൊണ്ടും ചെറുതായി പിടിച്ചിരുന്നു. മുഖത്തിപ്പോൾ തെളിയുന്ന ഭാവം എന്താണെന്നറിയാനുള്ള തിടുക്കം. അവൾക്ക് വേഗം വീട്ടിലെ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിൽക്കാൻ മനം വെമ്പൽ കൊണ്ടു. കവിതയ്ക്ക് പരിചയമില്ലാത്തൊരു വികാരം മനസ്സിൽ പൂവിട്ടിരിക്കുന്നു. നാണം. എടി കൊച്ചേ, വേഗം വീട്ടിലേക്ക് ചെല്ല്. അവിടെ പോലീസുകാരൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. അടുത്ത വീട്ടിലെ ശ്യാമളേട്ടൻ്റെ സ്വരമാണ് അവളെ മായാലോകത്തിൽ നിന്നും തിരികെ ഭൂമിയിലെത്തിച്ചത്. പോലീസോ? വീണ്ടും ഒരു ചോദ്യത്തിന് മുതിരാതെ അവൾ ഓടി. മുറ്റത്ത് നിൽക്കുന്ന പോലീസ് യൂണിഫോമിലുള്ള 3 ആളുകളുടെ മുമ്പിൽ സുചിത്ര വിറയലോടെ നിൽക്കുന്നതാണ് കവിതയുടെ കണ്ണിൽ ആദ്യം കണ്ടത്. ഇങ്ങോട്ട് വരാറില്ല സാറേ. എനിക്കും എൻ്റെ പെൺമക്കൾക്കും സ്വൈര്യം തരാഞ്ഞിട്ട് ഇങ്ങോട്ട് അടുപ്പിക്കാറില്ല. വിറക്കുന്ന കരങ്ങൾ കൂട്ടി പിണച്ചും അല്പം കുനിഞ്ഞാണ് സുചിത്രയുടെ നിൽപ്പ്. തങ്കപ്പൻ്റെ ഭാര്യയെ വിളിക്ക്, പോലീസുകാരൻ ആജ്ഞാപിച്ചു. സാറേ, അവളൊരു സൂക്കേടുകാരിയാ. സാർ ചോദിച്ചതിനായിരിക്കില്ല അവൾ മറുപടി പറയാ. സുചിത്ര പറയുന്നത് കേട്ട് അയാൾ അവരെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ആ സമയം കൊണ്ട് തന്നെ ആളുകൾ ആ വീടാകെ പൊതിഞ്ഞിരിക്കുന്നു. കുന്നിമണി ഗ്രാമത്തിലേക്ക് പോലീസുകാർ വരിക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ കാര്യമാണ് എന്നതാണ് അതിനുള്ള ഹേതു. എന്താ സാറേ പ്രശ്നം? ചുറ്റും കൂടിയ ആളുകളെ ഒന്ന് നോക്കിയ ശേഷം കവിത സുചിത്രക്കരികിൽ നിൽക്കുന്ന പോലീസുകാരനോട് ചോദിച്ചു. ഇതാരാ? അയാൾ ഗൗരവത്തോടെ സുചിത്രയെ നോക്കി. എൻ്റെ 2ാമത്തെ മോളാ. മൂത്തവളുടെ കെട്ടിയവനാ തങ്കപ്പൻ. നിന്റെ പേരെന്താ? കവിത. സാറേ, എന്താ പ്രശ്നം? ക്ഷമകെട്ട് അവൾ നിന്നു. അതുവരെ ഉള്ളിൽ അലതല്ലിയ മായകളും ചിന്തകളും ഒരു നിമിഷം കൊണ്ട് തന്നെ ആവിയായി പോയിരുന്നു. പനമേടിൽ ഒരു വീട്ടിൽ ഇന്നലെ തങ്കപ്പനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടിവെട്ടിയ പോലെയാണ് കവിത ആ വാർത്ത കേട്ടത്. ഇങ്ങനെ ജീവൻ ഒടുക്കാൻ മാത്രം അയാൾക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത്? നിങ്ങളുള്ള ദേഷ്യത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തതായിരിക്കുമോ? പോലീസുകാർ മാറി മാറി ചോദിച്ചു കൊണ്ടിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്യില്ല സാറേ, ആരെയും കൊന്നതായിരിക്കും. ഉറച്ച പോലെ നിന്ന് കവിത പറയുന്നത് കേട്ട് പോലീസുകാരൻ്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. കാരണം? പോലീസുകാരൻ പതുക്കെ തിരക്കി. പറ കൊച്ചേ, അയാൾ ചത്തതല്ല കൊന്നതാണെന്ന് പറയാനുള്ള കാരണം. ഉത്തരമില്ലാതെ നിൽക്കുന്നവളെ നോക്കി പോലീസുകാരൻ ഒച്ച വെച്ചു. അയാളുടെ സ്വഭാവത്തിന് ആരെങ്കിലും കൊന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. നിർഭയമായി അവൾ അയാളെ തറപ്പിച്ചു നോക്കി. ആരാ അയാളെ കൊന്നത്? അതെങ്ങനെയാ സാറേ എനിക്കറിയാം? കൊലപാതകയെ കണ്ടുപിടിക്കുക എന്നത് പോലീസിൻ്റെ പണിയല്ലേ? അയാളുടെ ആ നോട്ടവും നാടകീയമായ ചുടിയും കൊണ്ട് അവൾക്ക് കോപം വന്നു. സുചിത്ര കവിതയുടെ കരങ്ങൾ പിടിച്ചു വിറച്ചു നിൽക്കുകയാണ്. അത് ശരി, അപ്പം മോൾക്ക് പോലീസുകാരെ പണി എന്താണെന്നൊക്കെ കൃത്യമായി അറിയാമല്ലേ? അയാളുടെ കണ്ണുകളിൽ ചുവപ്പ് രാശി തെളിഞ്ഞു. കള്ളം പറയുന്നവളുടെ തൊണ്ടക്കുടലിന് പിടിച്ച് സത്യം പറയിപ്പിക്കുന്ന പണിയും കൂടി പോലീസുകാർക്ക് അറിയാം സാറേ. ആളുകൾ കൂടുന്നുണ്ട്. അയാളുടെ കരങ്ങൾ കവിതയുടെ നേർക്ക് വന്നതും തൊട്ടടുത്ത നിമിഷം കൂട്ടത്തിലുള്ളൊരു കോൺസ്റ്റബിൾ അയാളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു. കുണ്ട കളിച്ച് നിൽക്കുന്ന പോലീസുകാരൻ ചുറ്റും കൂടി ആളുകളുടെ കൂട്ടവും തിക്കും തിരക്കും കണ്ടൊന്ന് നോക്കി. ഇവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റടോ. ഇവൾക്കുള്ള ബാക്കി ക്ലാസ് സ്റ്റേഷനിൽ വെച്ച് കൊടുക്കാം.
അരിശത്തോടെ അയാൾ അവളെ നോക്കി മീശ പിരിച്ചു. കോൺസ്റ്റബിൾ കൈ പിടിക്കാൻ നോക്കിയതും അവൾ കൈ തട്ടി മാറ്റി. അത് കണ്ടതും രോഷത്തോടെ അവൾക്ക് നേരെ കുതിച്ചയാൾ അവളുടെ മുഖത്തടിക്കാൻ ഓങ്ങിയതും പിറകിൽ നിന്നും ആ കൈകളെ ആരോ വലിച്ചു പിടിച്ചു. ഞെട്ടിയുടനെ അയാൾ പിറകിലേക്ക് നോക്കിയതും കണ്ടത് ഭരതനെയായിരുന്നു. ഇതെന്താ സാറേ, പെണ്ണുങ്ങളുടെ പട്ടാപ്പകൽ കയ്യാങ്കളിയോ? അതും യൂണിഫോമിൽ? സാറിൻ്റെ ബോധമൊക്കെ പോയോ? അവസാന വാചകം ഭരതൻ പോലീസുകാരൻ്റെ കാതിലായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാടാ? അയാൾ കെറുവോടെ ഭരതന് നേരെ ചീറി. ഞാൻ ഈ ഗ്രാമത്തിലൊരു പ്രദേശവാസിയാണ്. പറയുമ്പോൾ ഭരതൻ മടക്കി കുത്തിയ മുണ്ടയച്ചു. സത്യത്തിൽ എന്താ സാറേ പ്രശ്നം? അവൻ്റെ ചോദ്യത്തിൽ പുച്ഛം ഉണ്ടായിരുന്നു. പല്ല് ഞെരിച്ചു അയാൾ ഭരതനെ രൂക്ഷമായി നോക്കി. തങ്കപ്പൻ തൂങ്ങി മരിച്ചു. ഇവൾ പറയുന്നു തൂങ്ങിയതല്ല, വല്ലവനും തൂക്കിയതാകുമെന്ന്. അയാൾ കവിതയെ ചൂണ്ടിക്കാണിച്ചു പ്രസ്താവിച്ചു കൊണ്ടിരുന്നു. ആയിക്കോട്ടെ, അതിന് ഒരാളൊരു സംശയം പ്രകടിപ്പിച്ചാൽ ഉടനെ പറഞ്ഞയാളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ഭരതൻ ശൂരതയോടെ രണ്ടു കൈയും കെട്ടി നാട്ടുപ്രമാണിയുടെ അധികാരത്തിൽ അങ്ങനെ നിന്നു. അങ്ങനെ എവിടെയും തൊടാതെയുള്ള സംശയമല്ല, വ്യക്തത വേണം. അതിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പോലീസുകാരനെ കവിതയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനുള്ള തിടുക്കം അയാളുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. ശരി, കൂടെ വനിതാ പോലീസ് വന്നിട്ടുണ്ടോ? പോലീസുകാരൻ്റെ പിറകിലേക്ക് ഒന്ന് എത്തി നോക്കി ഭരതൻ. പോലീസുകാരൻ്റെ പിറകിലെ സബോർഡിനേറ്റ്സിനെ അയാൾ നിസ്സഹായതയോടെ നോക്കി. എന്താ സാറേ നിന്ന് പരുങ്ങുന്നത്? പ്രോട്ടോക്കോളൊക്കെ തെറ്റിച്ചിരിക്കുകയാണല്ലോ. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടെ വനിതാ പോലീസ് വേണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ സാറിനൊന്ന് ഓർമ്മിപ്പിച്ചൂടെ? ഉള്ളിൽ ചിരിയടക്കി ഭരതൻ മറ്റു പോലീസുകാരെ ശാസിച്ചു. ഇതൊക്കെ പറയാനും ചോദിക്കാനും നീ ആരടാ? ഈ നാട്ടിലെ രാജാവോ? അയാൾ ഭരതൻ്റെ ജുബയിൽ വലിച്ചു പിടിച്ചു അയാളുടെ അടുത്തേക്ക് നിർത്തി. സാറേ, ചെറിയമ്പ്യാർ ഞങ്ങളെ കൊച്ചുരാജാവ് തന്നെയാ. അതുകൊണ്ട് കയ്യാങ്കളി വേണ്ട. ഇനി അതാണ് ഉദ്ദേശമെങ്കിൽ സാർ ഈ വന്ന രൂപത്തിൽ തിരിച്ചു പോകുകയില്ല. തെങ്ങ് കയറ്റക്കാരൻ രാവുണ്ണി തലയിലെ തോർത്ത് ഒന്നുകൂടെ മുറുക്കി കെട്ടിക്കൊണ്ട് പറഞ്ഞു. പോലീസുകാരൻ ചുറ്റുമൊന്ന് നോക്കി, പിന്നെ ഭരതനെയും. രാവുണ്ണിയുടെ വാക്കുകൾ ഭരതൻ്റെ മിഴികളിൽ നിന്നും വായിച്ചെടുക്കാമായിരുന്നു. ആളുകളുടെ തിരക്ക് കൂടി വന്നു. അയാളുടെ ഉള്ളിൽ ഒരു ചെറു ഭയം ഉദിച്ചു. സാറേ, നമുക്ക് പോകാം. ഇവരോടൊന്ന് വഴക്കിന് നിന്ന് തടി കേടാക്കണ്ട. കൂട്ടത്തിലെ കോൺസ്റ്റബിൾ വന്ന് അയാളുടെ ചെവിയിൽ പറഞ്ഞു. അതോടെ ഭരതൻ്റെ ജുബയിൽ പിടിച്ച പിടുത്തം അയഞ്ഞു. പിന്നെ വിട്ടു ഒറ്റ തള്ളാണ്. പിറകിലേക്കൊന്ന് ആഞ്ഞുപോയ ഭരതൻ ഉറച്ചവിടെ നിന്നു. തല ഉയർത്തി മീശയിലൊന്നൊഴിഞ്ഞു. സാറുപ്പ ചെല്ല്. ഇവളെ കൊണ്ടുപോകണോ? ഒരു വനിതാ പോലീസിനെയും കൂട്ടി വാ, എന്നിട്ട് ആലോചിക്കാം. പറഞ്ഞ മാത്രയിൽ ഭരതൻ തൊട്ടരികിലുള്ള കവിതയെ അവളുടെ വലത് കൈ തണ്ടയിൽ വലിച്ചു അവനോടു അടുത്ത് നിർത്തിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ സ്റ്റേഷനിൽ വനിതാ പോലീസ് ഇല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കോ. ഭരതൻ അയാളെ നോക്കി കണ്ണിറുക്കി. അയാളുടെ കണ്ണുകളിലെ തീക്ഷ്ണത അവന് കാണാമായിരുന്നു. അപ്പുവിൻ്റെ കൈ പിടിച്ചു നിമിഷയുടെ കൂടെ ഉണ്ണിമായ പുതിയ തിയേറ്ററിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കൊട്ടും മേളവും ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. ഷിഫോൺ തുണിയിൽ വെളുത്ത കരയുള്ള ആകാശ നീല സാരിയായിരുന്നു ഉണ്ണിമായ ധരിച്ചിരുന്നത്. നിതംബം വരെ ഇടതൂർന്നു നിൽക്കുന്ന മുടിയിൽ അല്പം മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട്. തിയേറ്ററിൻ്റെ മുൻ കവാടത്തിനരികിൽ തന്നെ ചെണ്ടമേളക്കാർ അണിനിരന്നിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങ് കെങ്കേമമാക്കാൻ നെറ്റിപ്പട്ടം കെട്ടി തലയെടുപ്പുള്ള ഒരു ആനയെ മുൻപിൽ നിർത്തിയിട്ടുണ്ട്. സുബ്ബലക്ഷ്മി തിയേറ്റേഴ്സ് എന്ന വലിയ ചുവന്ന അക്ഷരത്തിൽ എഴുതിയ ബോർഡും പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അപ്പുവിന് ഏറെ സന്തോഷമായി. അവന് തിളങ്ങുന്ന മിഴികളോടെ ഉണ്ണിമായെ ഒന്ന് നോക്കി. സംഭവം കളറായിട്ടുണ്ട്. ഒരു പൂരത്തിൻ്റെ പ്രതീതി. അവിടെയാകെ മിഴികൾ ഓടിച്ച് വീക്ഷിക്കവേ നിമിഷ പറഞ്ഞു. നേരാ, എനിക്ക് നാട് ഓർമ്മ വന്നു. ആനകളും വാദ്യമേളക്കാരും ഗ്രാമക്കാരും എല്ലാവരും ചേർന്നൊരാഘോഷമാണത്. അപ്പവും ആ മൂഡിലാണെന്ന് തോന്നുന്നു. ഉണ്ണിമായ അവൻ്റെ കവിളിൽ പിടിച്ച് വലിച്ചു. നിമിഷേ, ഞാൻ ഇന്ന് തന്നെ ഇവിടെ ജോയിൻ ചെയ്യേണ്ടി വരുമോ? വിഘ്നേഷ് സാറിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോടാ. പെട്ടെന്ന് തന്നെ ഉണ്ണിമായുടെ ഭാവം മാറി വെപ്രാളമായി. നീ ഒന്ന് അടങ്ങ്, നമുക്ക് നോക്കാടോ. നിമിഷ അവളെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവരുടെ പിറകിൽ അവളും കൂടി. തിയേറ്ററിൻ്റെ വലിയ കോമ്പൗണ്ടിലൂടെ നടന്ന് തണലുള്ള ഭാഗത്ത് മൂവരും നിന്നു.
അവരെ കണ്ട് ബാങ്കിലെ ലയ അടക്കം മറ്റു ജീവനക്കാരും അരികിലെത്തി സംസാരം തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും 2 വലിയ ലക്ഷറി കാറുകൾ അവിടേക്ക് വന്നു നിന്നു. എവിടെയൊക്കെ നിന്ന് അതിഭയങ്കരമായ ശബ്ദത്തിൽ പടക്കം പൊട്ടാൻ തുടങ്ങി. ആദ്യത്തെ കാറിൽ നിന്ന് വിഘ്നേഷും വെങ്കിടിയും സമുദ്രയും ഭാഗ്യവും ഇറങ്ങി. തൊട്ടുപിറകിലെ കാറിൽ നിന്നിറങ്ങിയ ഉദ്ഘാടകയോടൊപ്പം അവരും നടന്നു. അതാ ഞാൻ പറഞ്ഞ ഉണ്ണിമായ. തുഷാരകാതോരം പറയുന്നത് കേട്ട് സമുദ്രയുടെ മിഴികൾ ശരവേഗത്തിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞു. തുടരും. ഇനി സമുദ്രയുടെ ശത്രുവോ ഉണ്ണിമായ അല്ലേ? ബൈ ദ ബൈ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഉണ്ണിമായയാണോ കവിതയാണോ ഏറെ ഇഷ്ടം? ആരുടെ കഥയാണ്? 2 കഥ ഒരുപോലെ പോകും. എന്നാലും ഈ 2 കഥാപാത്രങ്ങളിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.